الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد المصطفى صلى الله عليه وآله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان സ്നേഹബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും പാലിച്ച് ജീവിതത്തെ അതിലൂടെ തിട്ടപ്പെടുത്തി കർമ്മങ്ങളെ ക്രമപ്പെടുത്തി നാളെ പരലോകത്ത് വിജയിക്കാനുള്ള എല്ലാ ശ്രദ്ധയും ഈമാനും അതിലൂടെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവണേ എന്ന് ആദ്യമായി ഈ ഉള്ളവനോടും ശേഷം എന്നെ ശ്രമിക്കുന്ന നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാമിന്റെ വസിയ്യത്ത് നൽകുകയാണ്. കാലവും സമയവും ഒക്കെ പല സന്ദർഭങ്ങളായി യുഗങ്ങളായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ തീരുമാനമാണ്. എന്നാൽ അള്ളാഹു ആ സമയങ്ങളിൽ പ്രത്യേകമായ ചില കാലങ്ങളെ, സമയങ്ങളെ, മാസങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ട് അതിന് ചില പ്രത്യേകമായ ആരാധനാക്രമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്തിനാണത്? പ്രിയമുള്ളവരെ, മനുഷ്യരുടെ ജീവിത ലക്ഷ്യമായിട്ടുള്ള അവന്റെ സ്വർഗീയ
അദ്ദേഹത്തിന് വിളവെടുക്കാനും ഒക്കെ എല്ലാ കാലത്തും അനുവാദമുണ്ടെങ്കിൽ പോലും ചില പ്രത്യേകമായ സമയങ്ങളിലെ മണ്ണറിഞ്ഞ്, കാലാവസ്ഥ അറിഞ്ഞ്, വളമറിഞ്ഞ്, വെള്ളമറിഞ്ഞ് ആ മനുഷ്യൻ ചില പ്രത്യേകമായ കൃഷി നടത്തുമ്പോഴേ അയാൾക്ക് ലഭിക്കുന്ന ലാഭം അതേറെ തുല്യതയില്ലാത്തതാണ്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കച്ചവട വസ്തുക്കൾ ഏത് സമയത്തും കൊണ്ടുവരാനും ഹലാലായ മാർഗത്തിലത് വിൽപ്പന നടത്താനും അനുവാദമുണ്ടായിരിക്കെ ചില പ്രത്യേകമായ സമയമറിഞ്ഞ്, കാലമറിഞ്ഞ്, കാലാവസ്ഥ അറിഞ്ഞ്, നാടറിഞ്ഞ്, നാട്ടുകാരറിഞ്ഞ് അദ്ദേഹം സീസണുകളിലായി അതിനനുസരിച്ചിട്ട് കച്ചവടം നടത്തുമ്പോഴേ അദ്ദേഹത്തിന് ലഭിക്കുന്ന ലാഭം, അതിന്റെ പ്രോഫിറ്റ് വളരെയേറെയാണ്. ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും പ്രാർത്ഥനകളുണ്ട്, അവനെ സംബന്ധിച്ച് ആരാധനാ കർമ്മങ്ങളുണ്ട്, അവനെ സംബന്ധിച്ച് തൗബയുടേതായിട്ടുള്ള വഴികളുണ്ട്, അവനെ സംബന്ധിച്ച് പള്ളികളിലും വീടുകളിലുമായിട്ടുള്ള ഒരുപാട് പാരായണങ്ങളും ഒക്കെ തന്നെയുണ്ട്. എങ്കിലും അല്ലാഹുവിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ വേണ്ടി, അവന്റെ കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് സമൃദ്ധിയുടെ വിഭവം ഒരുക്കാൻ വേണ്ടി, സുഹൃത്തുക്കളുടെ വലിയ ആധിക്യം രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ചില സമയങ്ങളെ അനുഗ്രഹമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ കാലത്ത്, ആ സമയത്ത്, അതിന്റെ രാപ്പകലുകളില് ഈ നേരത്തെ പറഞ്ഞ തന്നെയുള്ള ആരാധനാ കർമ്മങ്ങളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, അവന് 10 ഇരട്ടിയായി, 100 ഇരട്ടിയായി, 600, 700 ഇരട്ടിയായി അല്ലാഹു അവന്റെ പ്രതിഫലം അവന്റെ മീസാനിൽ, അവന്റെ കർമ്മങ്ങളുടെ ഏടുകളിൽ രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസിന്റെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ്അൽ ഖൈറ ദഹറകും കുല്ലഹു, നിങ്ങൾക്ക് കിട്ടിയ ആയുസ് മുഴുവനായി നിങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കണേ, നിങ്ങൾ ചെലവഴിക്കണേ. ഇഫ്അലു അൽ ഖൈറ, നന്മകൾ മാത്രമായി നിങ്ങൾക്ക് നൽകിയ ആയുസിന്റെ കാലയളവിൽ നിങ്ങൾ പരമാവധി നിങ്ങൾ ചെലവഴിക്കണേ. അല്ലാഹുവിന്റെ ചില കാരുണ്യത്തിന്റെ തലോടലുകൾ വരാനുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ തലോടലുകളായി ചില കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾ അവൻ ആ നിലക്ക് അവന്റെ കാരുണ്യത്തിന് തൊട്ട് അവൻ ഉദ്ദേശിക്കുന്നതാണ്, അവൻ ആ നിലക്ക് കാരുണ്യം നൽകുന്നതാണ്. ആ നാളുകൾ വന്നാല്, ആ രാപ്പകലുകൾ വന്നാല്, ആ സമയവും മാസവും കടന്നു വന്നാല് നിങ്ങൾ വിശ്രമമില്ലാതെ ആ റബ്ബിനോട് നിങ്ങളൊന്ന് ചോദിക്കണേ. നിങ്ങളുടെ പാപങ്ങളെ മറച്ചു വെക്കാന്, നിങ്ങളുടെ ന്യൂനതകളെ, സ്വന്തത്തോട് ചെയ്തു പോയ പാപങ്ങളെ മറച്ചു വെക്കാന്, അതിനൊരു പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണേ. നിങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഭംഗി, ജീവിതത്തിന്റെ നന്മകളെ സംരക്ഷിക്കാന് ആ സമയത്ത് നിങ്ങളെ അല്ലാഹുവിനോട് പ്രത്യേകമായി ചോദിക്കണേ എന്ന് കാലത്തിന്റെ പ്രത്യേകമായ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ തലോടലുകൾ ഓർമ്മപ്പെടുത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങള് പ്രത്യേകമായ ചില കാലങ്ങളിൽ അല്ലാഹു അവന്റെ സജ്ജനങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് കാരുണ്യത്തിന്റെ തലോടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ഏതാണ് ഈ കാരുണ്യത്തിന്റെ തലോടൽ? ഏതാണ് 10, 100, 600, 700 ഒക്കെ ഇരട്ടിയായി അല്ലാഹു കാരുണ്യത്തിന്റെ വർഷമായി മനുഷ്യരെ സംബന്ധിച്ച് അവന്റെ കർമ്മങ്ങളെ സ്വീകരിക്കുന്ന മാസം നമുക്കറിയാം. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ റമദാൻ മാസമാണത്. അത് നിങ്ങൾക്കാരെങ്കിലും നിങ്ങൾ സാക്ഷിയായാൽ ഫൽയസുംഹു, അന്ന് നിങ്ങൾ നോമ്പെടുക്കണേ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ തലോടലുകളെ അതുവല്ലാതെ അണമുറിയാത്ത രീതിയിൽ ഒരു നിലക്കും ആ നിലക്കല്ലാഹു ഒരു അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത, കണക്കില്ലാത്ത രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. റസൂൽ വിശദീകരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസ് എങ്ങനെയാണ്, അറ്റാകും ശഹ്റു റമദാൻ, ഇദാ റമദാൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ചാരത്ത് അടുത്തെത്തിയിട്ടുണ്ട്.
അശ്ഹുറുൽ മുബാറക്, അനുഗ്രഹീതമായ മാസമാണത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുക, ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമുഹു, ആ മാസം കടന്നു വന്നാല് അതിന്റെ പകലുകളിലായി നിങ്ങൾ നോമ്പെടുക്കണം. എന്താണ് അതിന്റെ പ്രത്യേകത? തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറന്നിട്ടിരിക്കുമെന്ന് ഹബീബുന. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, അന്ന് നരകത്തിന്റെ വാതായനങ്ങളെ കവാടങ്ങളെ കൊട്ടിയടക്കപ്പെട്ട മാസമാണ് എന്ന്. വതുഗ്ലഖു ഫീഹി ശയാതീൻ, അന്ന് പിശാചുക്കളെ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ ദോഷകർമ്മങ്ങളിലേക്ക് മാത്രം പ്രചോദനമായി കടന്നു വരുന്ന ശക്തികളായ പൈശാചികത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്ങലക്കിട്ട് ബന്ധിക്കുമെന്ന്. മാത്രമല്ല ലില്ലാഹി ഫീഹി ലൈല, ആ ദിനരാത്രങ്ങൾ കടന്നു വന്നാൽ അതിലൊരു രാവുണ്ട്, ഫീഹി ലൈല, അതിലൊരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, നിങ്ങൾ അറിയണേ അത് 1000 മാസത്തേക്കാൾ ഉത്തമമായ മാസമാണ്. എന്നിട്ട് റസൂൽ വിശദീകരിക്കുക, മൻ ഹരിമ ഖൈറഹാ, മൻ ഹരിമ ഖൈറഹാ, ആ ഒരു പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട രാവിലെ ആരെങ്കിലും ഒരാൾ നന്മകളെ തടഞ്ഞാല്, ആരെങ്കിലും ഒരാൾ നന്മയില്ലാതെ മടിയിലായി കഴിച്ചു കൂടിയാല്, ആരെങ്കിലും ഒരാൾ നന്മയില്ലാതെ അശ്രദ്ധയിലായി പോയാല് അയാൾ നന്മകളെ മുഴുവൻ നഷ്ടപ്പെടുത്തിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ആ മാസത്തിന്റെ പടിവാതിൽക്കല് ഏതാനും മണിക്കൂറുകൾ മാത്രം എത്തി നിൽക്കുമ്പോഴേ നമ്മൾ ചില കാര്യങ്ങളെ പറ്റിയിട്ട് ബോധം വേണം, നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പുണ്യങ്ങളെ കൊണ്ട് സുഹൃതമാക്കാൻ ഏറെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആയുസ് അതിന്റെ ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദുനിയാവിന്റെ പുരോഗമനങ്ങളിലേക്ക് കടന്നുപോയി എന്ന കണക്കിനേക്കാളേറെ അല്ലാഹു നമ്മളെ കാത്തിരിക്കുന്ന അവസാനത്തെ ദിവസത്തിന്റെ നിശ്ചയത്തിലേക്ക്, എനിക്കും നിങ്ങൾക്കും ഒരുക്കി വെച്ചിട്ടുള്ള സമയത്തിൽ നിന്നുള്ള അതിന്റെ കുറഞ്ഞു പോകലിലേക്ക് ഞാൻ നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആ നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇതുപോലെയുള്ള റമദാനൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി, തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ആരാണോ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല അമൽ ചെയ്യുക എന്ന പരിശോധനയ്ക്ക് വേണ്ടി അല്ലാഹു നമുക്ക് സൗകര്യങ്ങളായി ഒരുക്കി തരുന്ന സന്ദർഭങ്ങളാണ്, സമയങ്ങളാണ്. അതിനാ നിലക്ക് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു മാസത്തിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോഴേ ഒരു വിശ്വാസി ഒരൽപ്പം ശ്രദ്ധയോടെ അവന്റെ ഒരുക്കങ്ങളിലേക്ക്, അവന്റെ നിത്യജീവിതത്തിന്റെ പ്രാർത്ഥനകളിലേക്ക് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന റമദാനിൽ നിന്നുള്ള ആ ഒരു തീർച്ചപ്പെടുത്തലിലേക്ക്, ആലോചനകളിലേക്ക് കടന്നു വരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസത്തെ വരവേൽക്കാനുള്ള പുണ്യങ്ങളുടെ പൂക്കാലമായ മാസത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴേ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. ഒന്നുകൂടെ എന്റെ പ്രിയമുള്ളവരെ, റമദാൻ മാസം കടന്നു വരുമ്പോഴേ ഒരു കാര്യം പ്രത്യേകമായി നമ്മുടെ സമയം കടന്നു പോകേണ്ട മേഖല അത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിന്റെ കലാമാണ്. ലോകത്തിന് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ വിശുദ്ധ ഖുർആനിലെ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് വിശുദ്ധ ഖുർആനിലെ 2ാം അധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ആ വചനം തന്നെയാണ് റമദാനിൽ നമുക്ക് കർമ്മങ്ങളായി എന്തൊക്കെ എന്നുള്ള ആലോചന വരുമ്പോഴേ ആദ്യ പടിയിലായി, അതിന്റെ ആദ്യ ലിസ്റ്റിലായി കടന്നു വരേണ്ടത് എന്നുള്ളത്. കാരണം വിശുദ്ധ റമദാനിനെ റമദാൻ എന്ന പോരിശ പോലും നൽകപ്പെട്ടത് ആ മാസത്തിന്റെ പോരിശ കൊണ്ടല്ലെന്ന് വിശുദ്ധ ഖുർആൻ, മറിച്ച് അത് വിശുദ്ധ ഖുർആനിന്റെ പോരിശയാണെന്ന്, മഹാത്മ്യമാണെന്ന്, നന്മയാണെന്ന് വിശുദ്ധ ഖുർആൻ. റമദാനിനെ റമദാനാക്കി തന്നത് വിശുദ്ധ ഖുർആനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറ. എങ്ങനെയാ? അറബികൾക്ക് നേരത്തെ പരിചയമുള്ള മാസമാണ് എന്റെ പ്രിയമുള്ളവരെ റമദാൻ. അല്ലെ, അത്യുഷ്ണമായ കാലഘട്ടത്തില് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കടന്നു വരുന്ന ഒരു മാസത്തെ അവരതിന്റെ സ്വഭാവം കൊണ്ട് പേരിട്ട് വിളിച്ചതാ. ഒരു മാംസകഷ്ണം മണലിലേക്ക് വീണുപോയാൽ അവിടെ അത് വെന്തുരുക്കുന്ന രൂപത്തില്, അത് ആ നിലയ്ക്ക് കരിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള വല്ലാത്ത ചൂടൽ ലഭിക്കുന്ന കാലഘട്ടത്തില് അറബ് സമൂഹം അവർക്ക് വന്നൊരു മാസത്തിന് പേര് നൽകിയതാണ് റമദാൻ. പക്ഷെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുതലാണ് ഹിജ്റ 2ാം വർഷത്തിന്റെ പ്രവാചകത്തിന്റെ മദീന ജീവിതത്തില് റമദാൻ എന്ന മാസത്തില് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ അറിയേണ്ടതൊന്ന് ആ റമദാനിന്റെ പോരിശ വിശുദ്ധ ഖുർആനിനെ കൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണേ എന്നുള്ളതാ. ഒന്നുകൂടെ മറ്റൊരായ നിങ്ങളെ ആ മാസം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു രാവിലെ വല്ലാത്ത പ്രത്യേകത. അത് ഏതാണ് രാവ്? ഇന്നാ അൻസൽനാഹു
ഫീ ലൈലത്തുൽ ഖദറിലെ 30 ദിനരാത്രങ്ങളിൽ ഏറ്റവും പ്രഗൽഭമായ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവേത് അന്ന് നഷ്ടപ്പെടുത്തിയവൻ, ജീവിതത്തിന്റെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തിയവൻ എന്ന് പറയുമ്പോ പോലീസിന്റെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന് അതാണ് ലൈലത്തുൽ ഖദർ. അപ്പൊ ആ കാര്യങ്ങള് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഖുർആനിലെ പഠന കാര്യങ്ങള് റമദാനിന് സമയമില്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്നുള്ള ചോദ്യം സ്വന്തത്തോട് നമ്മള് ചോദിക്കേണ്ടതുണ്ട്, ആലോചനയിലേക്ക് ചിന്തയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സൂചിപ്പിക്കുന്നുണ്ട്, അസ്സൗമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദ്. നാളെ പരലോകത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ കർമ്മങ്ങളായ അല്ലെങ്കിൽ അല്ലാഹു ശുപാർശ പറയാൻ അനുവാദം നൽകിയിട്ടുള്ള നോമ്പ് വരും. ആ നോമ്പെടുത്തവന്റെ വിഷയത്തിന് നോമ്പുകാരൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിർത്തിയിട്ട് നോമ്പ് പറയാണ്, അല്ലാഹുവേ അവന്റെ പകലിൽ ഞാൻ ഭക്ഷണത്തെ തടഞ്ഞവനാണ്, അവന്റെ കാര്യത്തിൽ എന്നെ കൊണ്ട് നീ ശഫാഅത്ത് സ്വീകരിക്കണേ, ശുപാർശ സ്വീകരിക്കണേ എന്ന് ഒരു ഭാഗത്ത് നോമ്പ് പറയുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഖുർആൻ വന്നിട്ട് പറയാ, അല്ലാഹുവേ അവന്റെ രാവിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ, എനിക്ക് വേണ്ടി നിന്റെ കലാമായ എന്നെ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തിയവനാണ്, അവന്റെ കാര്യത്തിൽ എന്റെ ശഫാഅത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഒറ്റക്കാകുന്ന ലോകത്ത് തനിച്ചാകുമ്പോഴേ ആരുമില്ലാത്ത സമയത്ത് അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോഴേ നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയാന്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് പറയാന്, നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് വിശുദ്ധ റമദാനിനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ നമ്മൾ അനുകൂലമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാണെന്ന് പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യമുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, റമദാൻ കടന്നു പോകുന്നതിന് മുമ്പായി തൗബയുടെ മാസത്തില് പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തിക്കൊള്ളുക. കേവലം നാവ് കൊണ്ട് അധരങ്ങളെ കൊണ്ട് പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് പോരാ, അല്ലാഹുവിലേക്ക് തൗബ തേടണം. ഏതാണ് തൗബ? അത് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് മുസല്ല വിരിച്ച് വിലക്ക് തിരിച്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വീടുകളിൽ റൂമുകളിൽ ഒറ്റക്കിരുന്ന് എല്ലാവരും അന്തിയാകുമ്പോഴേ നിദ്രയിലാകുമ്പോഴേ അവരവന്റെ പാപങ്ങളെ കൂടെ പിറപ്പുകൾക്ക് പോലും അറിയാത്തത് ഒന്ന് ഏറ്റു പറഞ്ഞിട്ട് പുറത്തു തരണേ അല്ലാഹ് എന്ന് മനസ്സ് തട്ടി പറയാനുള്ള ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ചാൻസ്, ഒരു സുവർണാവസരം അതാണ് റമദാൻ. നമ്മൾ മറക്കരുത്. അവനവന്റെ പാപക്കറകളെ വായിച്ചു കളയാൻ എന്റെ പ്രിയമുള്ളവരെ, ഈ 29-30 കിട്ടുന്ന ദിനരാത്രങ്ങൾ തികയാതെ പോകരുത്, അറിയാതെ പോകരുത്, മറന്നു പോകരുത്, തിരക്കിലായി പോകരുത്. നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടം ശവ്വാലിന്റെ ദിനരാത്രങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനാണോ നോമ്പ്, എന്തിനാണോ രാത്രി നമസ്കാരം? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ്, മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, റമദാനാണ്, കയ്യിലാണ്. ഇങ്ങനെ കയ്യിന്റെ ചാരത്ത് അടുത്ത് നിൽക്കുക. നമ്മള് ശ്രദ്ധയോടെ ആഫിയത്തുണ്ടെങ്കിൽ, സിഹത്തുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, ആയുസ്സുണ്ടെങ്കിൽ റമദാനിനെ അനുകൂലമാക്കാൻ, നാളെ ശഫാഅത്തിന് ഒരുക്കി വെക്കാൻ, ഖുർആനിന്റെ ആളായി മാറാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ الفائزين برضا الله. ഉസ്സിക്കും ഇബാദല്ലാഹി സാനിയം ബിത്തഖ്വ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഈമാനോടെ ഇസ്ലാമിന്റെ വഴിത്താരയിലൂടെ അടയാളങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക. അല്ലാഹു മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മിലേക്ക് വരുന്ന ഒരു അതിഥിയാണ്. റസൂൽ അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അതിഥി വന്നാൽ എത്രത്തോളം അതിഥിയെ സന്തോഷിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തും. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക്, അല്ലെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് ആരെങ്കിലും ഒരാൾ ഗസ്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ഒരുക്കം എങ്ങനെയാ? നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിയിട്ട്, എത്ര അർജന്റ് ഉണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിൽ നമുക്കത് മാറ്റിച്ചിട്ട് അയാൾ ആ നിലക്കൊന്ന് സന്തോഷിപ്പിക്കാം. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള
ട്രീറ്റ് നൽകാൻ നമ്മൾ ഒരുങ്ങോ, നമ്മൾ ശ്രദ്ധിക്കും. ഭക്ഷണമാവട്ടെ, എവിടെയെങ്കിലും കൊണ്ടുപോകലെ കാണി എന്താവട്ടെ അല്ലേ. ആ റമദാൻ നമ്മിലേക്ക് എത്തുന്ന കേവലം 30 ദിനരാത്രങ്ങളുടെ ഒരു അതിഥി മാത്രമാണ്. വരും, അത് അതിന്റെ സമയത്തുമ്പോ കൊഴിഞ്ഞ് അങ്ങനെ നടന്നു നീങ്ങുള്ളവരെ. അതിനു മുമ്പേ അതിന്റെ പ്രതിഫലം ആ നിലക്ക് നമുക്ക് കിട്ടണം, അടയാളപ്പെടുത്തണം. അത് റമദാൻ 2026 റമദാൻ അടയാളപ്പെടുത്തണം നമ്മുടെ ജീവിതത്തില്. മീസാനിൽ അമൽ കൊണ്ട് കനം തൂങ്ങണം എന്നത് ഈ റമദാനിന്റെ ഒരു വല്ലാത്ത കാര്യമായി, അല്ലെങ്കിൽ ആ അമലിന്റെ നിർശേഖനം എന്റെ പ്രിയമുള്ളവരെ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ബോധ്യത്തോടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോ മറ്റൊന്നുള്ളത്, നമ്മൾ പിശുക്ക് കാണിക്കാതെ സ്വതക്ക ചെയ്യാം. റസൂലുള്ളാഹിയുടെ സ്വതക്ക രീതിയെ പറ്റി അറിയാത്തവരല്ല. ജനങ്ങളിൽ ഏറ്റവും കൊടുത്ത ആള് റസൂലാണ്. അവിടുത്തെ പട്ടിണി അറിയണം നമ്മള്, അവിടുത്തെ പ്രയാസങ്ങൾ അറിയണം നമ്മള്, അവിടുത്തെ കടബാധ്യത അറിയണം നമ്മള്. എന്നിട്ട് റസൂലാരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറെ കൊടുത്ത ആളാ. റമദാനെങ്ങാനും വന്നാലോ അദ്ദേഹം ആരാ? പ്രവാചകൻ. അയക്കപ്പെട്ട കാറ്റിന്റെ വേഗതയില് പ്രവാചകന്റെ ആ ഒരു ഔദാര്യം, നന്മകളും സ്വതക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പിശുക്ക് അതൊന്നും ആ ഒരു പിശുക്കിനെ മാറ്റി വെച്ചിട്ട് റമദാനില് മാത്രമായി സ്വതക്ക ചെയ്യാനുള്ള ഒരുക്കങ്ങള് നമ്മളടുത്ത് ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ നോമ്പ് തുറയിലൊക്കെ ഇഫ്താർ വിരുന്നിലൊക്കെ വീട്ടിലോ എങ്ങനെ നമുക്ക് ബന്ധപ്പെട്ട ആളുകളായിട്ട് പാവപ്പെട്ടവർക്ക് ആരെങ്കിലും ഒരാളുടെയെങ്കിലും, മിനിമം ഒരാളുടെയെങ്കിലും ഈ റമദാനിന്റെ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടാനുള്ള ഒരു ശ്രദ്ധ വേണം. ആരുടെയും ഒരാളുടെയെങ്കിലും നോമ്പ് തുറ നടത്തിയിട്ട് അയാളുടെ ആ പാവപ്പെട്ടവന്റെ നോമ്പിന്റെ പ്രതിഫലം കൂടെ നമുക്ക് കിട്ടാനുള്ള ഒരു ശ്രദ്ധ. കുറെ ചെലവൊന്നതിനില്ല, കുറെ സമയം ആവശ്യമില്ല, പക്ഷെ ബോധം അതിന് വേണം, ആഗ്രഹം അതിന് വേണം, പ്രാർത്ഥന അതിന് വേണം. കൂടെ ഒരു നിയ്യത്തൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ അതിനുള്ള വഴി അള്ളാഹു ഒരുക്കി തരുന്നുള്ളതാണ്. മറ്റൊന്ന്, ലൈലത്തുൽ ഖദ്റിനെ മറന്നു പോകല്ല. അവസാനത്തെ 10ന്റെ പ്രത്യേക രാവിലെ വിരുന്നുകാരനായി കടന്നു വരുന്ന ഇറങ്ങി വരുന്ന ആ പ്രഭാതം വരെയുള്ള കർമ്മങ്ങളില് 1000 മാസത്തേക്കാൾ ഒരു വലിയ ആയുസിന്റെ കർമ്മങ്ങളുടെ പ്രതിഫലം വാങ്ങാനുള്ള ലൈലത്തുൽ ഖദ്റിന് എങ്ങനെയാവണം? നേരത്തെ ഒരു ഓർമ്മ വേണം, ഒരു ശ്രദ്ധ വേണം, എങ്കിലേ അവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇഅ്തികാഫ്. അവസാനിപ്പിക്കാണ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ്, ഇഅ്തികാഫിന് നമുക്ക് സമയം കണ്ടെത്തണം. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 മുഴുവനായിട്ട് ഇരിക്കുക എന്നുള്ളത് ഏറ്റവും പൂർണ്ണതയാണ്. പക്ഷെ ആ പൂർണ്ണതയിലൊക്കെ എത്തിയിട്ടില്ലെങ്കിലും ഒരു വക്ത് മുതൽ അടുത്ത വക്തെങ്കിലും, ഒരു ദിവസത്തിന്റെ പകലെങ്കിലും, ഒരു ഇശ കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് സുബ്ഹ് വരെയെങ്കിലും കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഇരുന്നല്ലാഹുവിന്റെ പള്ളിയിൽ കുറച്ചെങ്കിലും ഈ റമദാനിൽ ഇഅ്തികാഫിരുന്നവനാണെന്നുള്ള ഒരു വല്ലാത്ത നന്മയുടെ പ്രതിഫലം വാങ്ങാൻ എന്റെ പ്രിയമുള്ളവരെ, ഇതിനൊക്കെയുള്ള സുവർണാവസര. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സ്വതക്ക കൊടുത്താലും, പള്ളിയിൽ ഇരുന്നാലും, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്താലും പുണ്യമാണ്. പുണ്യമല്ലെന്ന് പറയുന്നില്ല, പക്ഷെ റമദാനിനെ പോലെ പുണ്യമല്ല. അതുകൊണ്ട് അതേ കർമ്മങ്ങളെ കൊണ്ട് ഏറെ പ്രതിഫലം വാങ്ങാനുള്ള ഈ അവസരത്തെ നമ്മൾ ഒരുങ്ങുക, മനസ്സിൽ ശ്രദ്ധിക്കുക, വേണ്ടതായിട്ടുള്ള നമ്മുടെ ആ നിലക്കുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ ചെയ്തതിന് എല്ലാത്തിനെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തിന്മകളെയും അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, പ്രയാസങ്ങളെ നീക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇബ്ലീസിന്റെ വസ്വാസുകളിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഈ ആദർശ ബന്ധുക്കൾക്കും ഒക്കെ തന്നെ അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച ആളുകൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല പ്രതീക്ഷകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോ ഈ ലോകത്തും ഖൈറായത് ഞങ്ങൾക്ക് നീ സഫലീകരിക്കണേ നാഥാ. വല്ലതും ആഗ്രഹമായി മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കുടുംബങ്ങളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നീ നൽകുന്ന നിഅമത്തുകളിൽ ശുക്രോടെ പെരുമാറാൻ, നീ നൽകുന്ന ബലാ മുസീബത്തുകളിൽ അല്ലാഹുവേ സബറിന്റെ വസ്ത്രമണിഞ്ഞ് മുന്നോട്ട് പോവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥാ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة، ولا تخزنا يوم القيامة، ولا تخزنا يوم القيامة. ربنا
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ